ഹലോ, ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. ഒരു ചലഞ്ചൊക്കെ ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്ന ഒരു ഡേ ഇൻ മൈ ലൈഫ് കൂടിയാണ് കേട്ടോ. അപ്പോൾ 8:15 ആയപ്പോഴത്തേക്ക് എണീറ്റു. ഇന്ന് ഷിഫ്റ്റുള്ള ദിവസമാണ്. എന്നിട്ട് പ്രകൃതിയിലേക്കൊന്ന് ആരാഞ്ഞു ഞാൻ. അതിനുശേഷം പ്രാർത്ഥിച്ചിട്ട് എണീറ്റു. എന്നിട്ട് കുറച്ച് റോസ്മേരി വാട്ടർ ഇങ്ങനെ തലയിൽ സ്പ്രേ ചെയ്യും. ഇതിപ്പോൾ ഒരു ഹാബിറ്റായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. ഇവിടെ പറമ്പിലൊക്കെ ഇത് ഈസിലി കിട്ടുന്നൊരു സാധനമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ട് റോസ്മേരി ലീവ്സ് പറിച്ച് തിളപ്പിച്ചിട്ട് തണുത്ത് കഴിയുമ്പോൾ ഒരു സ്പ്രേ ബോട്ടിൽ മാറ്റി വെച്ചിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്യും തലയിൽ, സ്കാൽപ്പിൽ. അപ്പം നമുക്കിത് മുടി വളരാനും ഇതിൻ്റെ ഒരു സ്കാൽപ്പിൻ്റെ പ്രൊട്ടക്ഷനും ഡാൻഡ്രഫ് കൺട്രോളിനൊക്കെ ഇത് നല്ലതാണ്. അപ്പോൾ അത് എല്ലാ ദിവസവും ഇപ്പോൾ ചെയ്യുന്നുണ്ട്. സ്പ്രേ ചെയ്ത് തലയൊക്കെ മസാജ് ചെയ്തിട്ട് കെട്ടിവെക്കും. എന്നിട്ട് വെള്ളം കുടിച്ചു. ഒരു ഹാഫ് ബോട്ടിൽ വെള്ളം ഞാൻ കുടിച്ചു. എനിക്ക് രാത്രി പൊതുവെ വെള്ളം കൂടി ഭയങ്കര കൂടുതലും ഡേ ടൈമിൽ ഭയങ്കര കുറവുമാണ്. രാവിലെ ഒരു അര ബോട്ടിൽ വെള്ളം ഞാനിപ്പോൾ കുടിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ സപ്ലിമെൻറ്റ്സ് എടുത്തു. എനിക്ക് വൈറ്റമിൻസ് സപ്ലിമെൻറ്റ്സ് ഞാൻ എടുക്കുന്നുണ്ട്, കുറേ ഡെഫിഷ്യൻസീസ് ഉള്ളതുകൊണ്ട്. എന്നിട്ട് നേരെ താഴെ കിച്ചണിൽ പോയിട്ട് ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാൽ വെച്ചു. എന്നിട്ട് നേരെ മുകളിലേക്ക് പിന്നെയും വന്നിട്ട് ബ്രഷ് ചെയ്യണം, ഫേസൊക്കെ വാഷ് ചെയ്യണം, നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ചെയ്യണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നേരെ മുകളിലേക്ക് വന്നു. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു 5-6 മാസമായിട്ട് സിമ്പിൾ എന്ന് പറയുന്ന പ്രോഡക്റ്റ് ആട്ടോ യൂസ് ചെയ്യണേ. അതിൻ്റെ ഫേസ് വാഷും മോയ്സ്ചറൈസറും ആണ്. ആക്ച്വലി നല്ലതാണ്. ഞാനിവിടെ വന്ന സമയത്ത് വേറെ എന്തൊക്കെയോ സംഭവങ്ങൾ അലുക്കുലത്തെ പരിപാടികളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ സ്കിൻ ഭയങ്കര ഡാമേജ് ആയിട്ട് തോന്നി. പക്ഷെ സിമ്പിളിലേക്ക് മാറിയപ്പോൾ നല്ലതായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നേരെ തിരിച്ചു പോയപ്പോഴേക്കും ചായ നന്നായിട്ട് തിളച്ച് വറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ തേയിലേക്കിട്ട് സെറ്റ് ചെയ്തെടുത്തു. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ലഞ്ച് പാക്ക് ചെയ്ത് വെച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ചോറുണ്ടായിരുന്നു, റൈസും ചിക്കൻ കറിയായിരുന്നു. അപ്പോൾ അത് പാക്ക് ചെയ്ത് വെച്ചതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് ചിക്കൻ കറി ചൂടാക്കി എടുത്തിട്ട് പൊറോട്ടയും കൂട്ടിയിട്ട്. അപ്പോൾ അൺഹെൽത്തി ഫുഡാണോ ഈ ചലഞ്ച് എന്ന് ചോദിക്കരുത്. എൻ്റെ ബാക്കപ്പ് പൊറോട്ട സമയത്ത് തീർക്കാൻ വേണ്ടിയിട്ട് അത് എടുത്തതാണ്. പ്ലസ് ചായ. അപ്പോൾ രാവിലെ വെറും ചായ കുടിക്കാതെ എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയാണ് ഞാൻ കഴിക്കല്. ഈ ചായ ആക്ച്വലി ഒരു 2-3 മണിക്കൂർ അങ്ങനെ ഇരിക്കും. ഞാനൊരു 2 തവണ ചൂടാക്കും ഇത്. പിന്നെ എനിക്കിങ്ങനെ പയ്യെ ആസ്വദിച്ച് കുടിക്കണം അതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിങ്ങനെ കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ വീട്ടിൽ വിളിച്ച് രാവിലെ അച്ഛനോടോ അമ്മയോടോ അനിയനോടോ ഒക്കെ ഒന്ന് സംസാരിക്കുമ്പം ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. നമ്മുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള നമ്മുടെ വീട്ടുകാരോട് സംസാരിക്കുമ്പോൾ ആ ഡേ തന്നെ ഭയങ്കര ഫ്രഷ് ആയിട്ട് തോന്നും. അതിനുശേഷം ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് നേരെ റൂമിലേക്ക് വന്നു. പിന്നെ റെഡി ആവാനുള്ള തത്രപ്പാടാണ്. എനിക്ക് ജോലിക്ക് പോകണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ പുട്ടിയൊക്കെ ഇട്ട് എടുക്കണം. കാരണം ഒരു ലോങ് ഷിഫ്റ്റാണ്, എന്തോ 10 മണിക്കൂർ ഷിഫ്റ്റ് എന്തോ ആണ് എനിക്ക്. അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പം അതൊക്കെ ചെയ്തു, ഒന്ന് റെഡിയായി. ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഞാൻ ബ്രേക്ക് ചെയ്ത് വെള്ളം കുടിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ചലഞ്ചിൽ വെള്ളം കുടി എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പം ഞാൻ ഒരു വിധത്തിലൊക്കെ ഒന്ന് റെഡിയായി ഇറങ്ങിയിട്ട് പിന്നെയും കുറേ വെള്ളം കുടിച്ചു. ഈ വീഡിയോസ് ചെയ്യുമ്പോൾ ആക്ച്വലി ഞാൻ സംസാരിച്ച് ചെയ്യണേ. പക്ഷേ എന്താ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു വോയിസിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഞാനപ്പോൾ ഓർത്തു വോയിസ് ഓവർ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് വെള്ളം കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊരു ബോട്ടിൽ വെള്ളം എടുക്കുകയും ചെയ്തു കേട്ടോ. പിന്നെ ജാക്കറ്റൊക്കെ ഇട്ടു, ഒരു സ്കാർഫൊക്കെ ഇട്ട് സെറ്റായി ഇറങ്ങി. ബിക്കോസ് ഇന്നൊരു മഴയുള്ള ദിവസമാണ്, നല്ല തണുപ്പുമുണ്ട്. തൊണ്ടയൊക്കെ നമ്മുടെ ആ ഒരു പോർഷൻ തണുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തൊണ്ടവേദന വരും. ഞാൻ ഓടിപ്പടിച്ച സ്റ്റേഷനിലെത്തി. ഒരു 5 മിനിറ്റ് ആയപ്പോൾ തന്നെ ട്രെയിൻ വന്നു. ഇനി ജോലിക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടോ ആണ്. അപ്പം ഇതിൻ്റെ ഇടയ്ക്കൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഈ ചലഞ്ച് ചെയ്യണം, ഒരു 21 ഡേയ്സ് ചെയ്യണം എന്നാണ്. പക്ഷേ ഈ 21 ഡേ ഹാർഡ് ചലഞ്ചൊന്നും അല്ല കേട്ടോ. 21 to 30 ഡേയ്സ് ഇത് ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഹെവി വർക്കൗട്ട്സും ഭയങ്കര ഡയറ്റും ചെയ്യാനല്ല. ഞാൻ ഭയങ്കര അൺഹെൽത്തി ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഈ കുറേ ദിവസങ്ങളായിട്ട്. കാരണം ഒന്നിനും ഒരു അടുക്കും ചിട്ടയില്ലാത്ത പോലെ ഈ ഷിഫ്റ്റും ജോലിയും ക്ലാസ് ഇങ്ങനെയുള്ള പല കാര്യങ്ങളാകുമ്പോൾ കറക്റ്റ് ടൈമിൽ ഭക്ഷണം കഴിക്കുന്നില്ല, കറക്റ്റ് ടൈമിൽ ഉറങ്ങുന്നില്ല, ഒട്ടും തന്നെ വെള്ളം കുടിക്കുന്നില്ല. അപ്പോൾ നമ്മൾ എക്സ്ട്രീംലി ഡീഹൈഡ്രേറ്റ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഞാൻ ഫേസ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. ഹെയർ ലോസ് ഒരുപാട് കൂടുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഈ കുറച്ച് ദിവസം കൊണ്ട് വളരെ ഹൈഡ്രേറ്റഡ് ആയിട്ട് ഈ ബോഡിയൊക്കെ ഒന്ന് ഡീടോക്സിഫൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത്. ഇതെല്ലാം ഒരു ടൈമിംഗ് ഒക്കെ വെച്ചിട്ട് ഈ ലഞ്ചൊക്കെ ഇനി കഴിച്ചൊക്കെ തുടങ്ങി ഒന്ന് സെറ്റ് ആവണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്ന് ജോലിക്ക് പോകുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ അജണ്ട ഒരു 4 ടൈംസ് എങ്കിലും എൻ്റെ ആ വാട്ടർ ബോട്ടിൽ റീഫില്ല് ചെയ്ത് വെള്ളം കുടിക്കണമെന്നുള്ളതാണ്. അങ്ങനെ എന്തായാലും ഞാൻ നടന്ന് ഈ കഥയൊക്കെ പറഞ്ഞ് പോവാണ്. ഇതിനിടയ്ക്ക് ഒരു ലഞ്ച് ബ്രേക്കിനുള്ളിൽ ഞാനൊരു 2 ബോട്ടിൽ ഓൾറെഡി ഞാൻ ഫില്ല് ചെയ്തെടുത്തു. അങ്ങനെ ജോലിക്ക് എൻ്റെ ലഞ്ച് ബ്രേക്ക് ടൈമായി.
അപ്പം ഞാൻ ഒരു ബ്ലാക്ക് ടീ കുടിച്ചു കേട്ടോ. അതിൻ്റെ കൂടെ ഞാൻ ഫുഡും കഴിച്ചു. ഷിഫ്റ്റിൻ്റെ ടൈമിലൊന്നും എനിക്ക് ഫോൺ അലൗഡല്ല. എന്നിട്ട് തിരിച്ച് വീട്ടിൽ പോവാണ്. ഞാൻ ആക്ച്വലി ഒരു 3 തവണ ഒന്ന് ഫില്ല് ചെയ്തെടുത്തുള്ളൂ കേട്ടോ. ബാക്കി വെള്ളമൊക്കെ വീട്ടിൽ വന്നതിന് ശേഷം നൈറ്റ് ഞാനൊരു 1/2 ബോട്ടിൽ വെള്ളം കൂടി കുടിച്ചിട്ടൊരു ടോട്ടൽ വീട്ടിൽ നിന്നതും പോയതും ഒക്കെ കൂടെ ഒരു 4-5 ബോട്ടിൽ വെള്ളം ഒന്ന് കുടിച്ചു. ഇതിങ്ങനെ സ്റ്റേ ചെയ്തുകൊണ്ടിരിക്കണം. എൻ്റെ ഇന്നത്തെ ഒരു ദിവസത്തെ വിശേഷം. ഇനി ഇതുപോലുള്ള കുറച്ച് വീഡിയോസ് ഞാനിങ്ങനെ ഡെയിലി അപ്ഡേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അത്രേ